ഇനി കിട്ടാതിരിക്കും എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്താണെങ്കിലും 1-2 ദിവസം കൊണ്ട് നമുക്ക് മുഴുവൻ ആളുകളെയും കണ്ടെത്താൻ പറ്റുന്ന സാഹചര്യം ഇന്ന് ഇവിടെ നിലവിലില്ല മാഡം. നിങ്ങൾ അങ്ങനെ അതിന്റെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടോ? കാണാതായവർ എത്ര, ഇതുവരെ അങ്ങനെ കാണാതായി എന്ന് ലഭിക്കുന്ന പരാതികൾ അത് സംബന്ധിച്ച്? ഡിപ്പാർട്ട്മെന്റുകൾ കൃത്യമായി ഇതിന്റെ ഒരു ക്രോഡീകരണം നടക്കുന്നുണ്ട്. നമ്മളിപ്പോ അവിടുന്ന് കിട്ടുന്ന ആളുകളെ വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുകയാണ്. അവരെ ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. അതിനിടയിൽ കൃത്യമായ ഡാറ്റ എല്ലാ കാര്യങ്ങളിലും വെക്കുന്നുണ്ട്. ഇന്ന് രാത്രി വരെ, ഇന്ന് 11 മണി വരെയെങ്കിലും പോസ്റ്റ്മോർട്ടം തുടരും എന്നുള്ളതാണ് ഡോക്ടേഴ്സ്, DMOയും DPM അടക്കമുള്ള ആളുകൾ അറിയിച്ചിട്ടുള്ളത്. ഒരുപാട് മന്ത്രിമാര് ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. നമ്മുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റൽ അടക്കം വന്നു. പ്രതിപക്ഷ നേതാവ് വന്നു. തമിഴ്നാട്ടിൽ നിന്നും അടക്കമുള്ള MLA മാര് വന്നു. പല രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വന്നു. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ജീവനോടെ ഒരാളെയെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ള രീതിയിൽ അത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. ശ്രീ അരുൺദേവ്, ഇവിടെ നേരത്തെയൊക്കെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നു, ഇൻക്വസ്റ്റ് നടപടികൾ വൈകുന്നു എന്നൊക്കെ ചെറിയ പരാതികൾ, നമ്മൾ ഈ വലിയ ദുരന്ത മുഖത്ത് അതൊരു വലിയ കാര്യമല്ല എന്ന് തോന്നും എങ്കിൽ പോലും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ മാനസിക നില, അവരുടെ പ്രശ്നങ്ങൾ അത് നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. അപ്പോ അങ്ങനെ ചില പരാതികൾ നമുക്കത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല മാഡം. നമ്മളിവിടെ ഈ ഒരു അപകടം അറിഞ്ഞ ആ നിമിഷം മുതൽ ആരോഗ്യവകുപ്പാണെങ്കിലും പോലീസ് ആണെങ്കിലും ഇവിടുത്തെ നാട്ടുകാരാണെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ പരിശ്രമം നടത്തിയിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ അങ്ങനെ ഒരു ആളുകളുടെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെളിയിൽ പുരണ്ട അവസ്ഥയിലാണ് ബോഡികൾ കിട്ടുന്നത്. ആ ബോഡികൾ കഴുകി വൃത്തിയാക്കി നമ്മളൊരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് അവിടെ വെച്ചതിന് ശേഷമാണ് ആളുകൾക്ക് ഈ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ പോലീസിന്റെ ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ചിട്ട് വേണം നമ്മൾ പോസ്റ്റ്മോർട്ടം എന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കാൻ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സമയം നമുക്ക് ആയിട്ടുണ്ട്. പിന്നെ മറ്റു പല ഭാഗത്തുനിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്നടക്കമുള്ള ഡോക്ടേഴ്സ് എത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. പകുതിയിലധികം ആളുകളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തില് ഉള്ളൊരു പ്രയാസം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ രാവിലെ 6 മണി മുതൽ ഈ ഹോസ്പിറ്റലുണ്ട്. ഇപ്പോഴും ഈ ഹോസ്പിറ്റലിന്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ആരും ഒരു തുള്ളി വെള്ളം കുടിക്കാതെയാണ് ഈ ഹോസ്പിറ്റലിലെ ആരോഗ്യ പ്രവർത്തകരും ഇവിടെ നിൽക്കുന്ന പോലീസ് അടക്കമുള്ള ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഈ ഒരു നിമിഷം വരെ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റിദ്ധാരണാജനകമാണെന്നുള്ളത് അറിയിക്കും. ശ്രീ അരുൺദേവ്, ഇപ്പോൾ നമ്മൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്ന താൽക്കാലിക പാലം നിർമ്മിച്ച് അവിടെ കൂടെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് രക്ഷാപ്രവർത്തകർ ഈ മുണ്ടക്കൈയിൽ പോയി രക്ഷാപ്രവർത്തനം നടത്തിയ കുറച്ചു പേർ എത്തിയിട്ട് അവർ പറയുന്നത് ഏതാണ്ട് 20ഓളം മൃതദേഹം അവരവിടെ കണ്ടെടുത്തിട്ടുണ്ട് എന്നതാണ്. അത് ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരുന്ന മൃതദേഹവും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും എല്ലാം വന്ന് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ മേപ്പാടിയിലും കൽപ്പറ്റയിലും വൈത്തിരി ഹോസ്പിറ്റലുമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്രയും ആധികാരികമായിട്ട് ആ കാര്യങ്ങളിൽ സംസാരിക്കാം. അല്ല, ഈ മേപ്പാടി ഹെൽത്ത് സെന്ററിന് പുറമേയുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടോ? ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണ സജ്ജീകരണത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇരിക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ ബോഡിയും നമ്മൾ ഒരു രീതിയിലും നേരം വൈകാതെ ആ ബോഡിക്ക് വേണ്ട എല്ലാ പരിഗണനയും നമ്മൾ നൽകുന്നുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ അരുൺദേവ് ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. എന്തായാലും അവിടെ കാണാതായവരെ തേടിയെത്തുന്നവരുടെ എണ്ണം നിലയ്ക്കുന്നില്ല എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. കൃത്യമായ കണക്കുകളുണ്ട്, പക്ഷേ അദ്ദേഹം ആ കണക്കുകൾ പറയാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്ന കാര്യം ഓർക്കണം. അത്രമാത്രം ആളുകൾ ഉറ്റവരെയും ഉടയവരെയും തേടിയെത്തുന്നു. ഒരു കുടുംബം ഒന്നാകെയൊക്കെ അപകടത്തിൽ പെട്ടുപോയ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒരു കുടുംബത്തെ ഒന്നാകെ കൊണ്ടുപോയി അങ്ങനെ എത്രയോ കുടുംബങ്ങൾ. അപ്പോൾ നമ്മൾ ഭീതിപ്പെടുന്ന ഒരു കണക്കിലേക്ക് ഒരുപക്ഷെ ഈ ദുരന്തം എത്തുമോ എന്ന സംശയം തന്നെ അതുണ്ടാക്കുന്നുണ്ട്. അവിടെ ആ ദുരന്ത മേഖലയിൽ പോയി തിരിച്ചു വന്നവരുടെ വാക്കുകൾ അങ്ങനെയുള്ള സൂചനകൾ നൽകുന്നുണ്ട്. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയ ഒരു ദുരന്തം തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ആ നിലയിൽ അത്
അത്രമാത്രം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷാദൗത്യം രാത്രിയും പുരോഗമിക്കുന്നു. ആ ദുരന്തമുഖത്ത് നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്തിപ്പെടാനായി ഇപ്പോഴും അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അവരെ താൽക്കാലിക പാലത്തിലൂടെ കടത്തിവിട്ട് കരയിലെത്തിച്ച് ആദ്യം ഹോസ്പിറ്റലിലേക്കും അവർക്ക് പ്രാഥമിക ചികിത്സയും മറ്റും നൽകിയതിനു ശേഷം സുരക്ഷിതമായ ക്യാമ്പുകളിലേക്കും മാറ്റുക എന്നതാണ് ഇപ്പോൾ നടക്കുന്ന രക്ഷാദൗത്യം അവിടെ. ഒപ്പം പരിക്കേറ്റവർ, ഏറ്റവും അവശരായവർ, അവരെ സേനാ വിഭാഗങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ സ്ട്രെച്ചറിൽ റോപ്പിൽ കരയിലെത്തിക്കുന്ന നടപടികളും അവിടെ പുരോഗമിക്കുകയാണ്. നാളെ നേരം പുലർന്നു കഴിഞ്ഞാൽ കൂടുതൽ ഊർജിതമായി രക്ഷാദൗത്യങ്ങൾ ഉണ്ടാകും. ആ മേഖലയിലെ മുണ്ടക്കൈയിലെ യഥാർത്ഥ ചിത്രം എന്ത് എന്നത് ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരാൻ തന്നെയാണ് തീരുമാനം. മന്ത്രിമാരുടെ നീണ്ട നിര അവിടെയുണ്ട്. അവർ അവിടെ ആ രക്ഷാദൗത്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ആ രക്ഷാദൗത്യങ്ങൾ ഏകോപിപ്പിച്ച് എത്രയും വേഗം അത് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അക്ഷീണമായ അവിശ്രമം അവിടെ രക്ഷാദൗത്യം പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ ദുരന്തം അത് ആ നാടിനെ ആകെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ തന്നെ തീരാ നോവായി മാറുന്നു അവിടുത്തെ കാഴ്ചകൾ. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ അതിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ദുരന്തമുഖത്ത് നിന്ന് എങ്ങനെയെങ്കിലും സുരക്ഷിതമായ ഇടങ്ങൾ തേടി ഒഴുകിയെത്തുന്നവരെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ദുരന്തം കേരളം ഫേസ് ചെയ്യുകയാണ്. അവിടെ രക്ഷാദൗത്യം രാത്രി വൈകിയും പുരോഗമിക്കുന്നു. കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 150-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായി സൈന്യം പറയുന്നു. വെള്ളരിമല, മുപ്പിടി, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നിവിടങ്ങളിലാണ് രക്ഷാപ്രവർത്തനം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. അവിടെ നിന്ന് 150-ലേറെ പേരെ രക്ഷപ്പെടുത്തിയതായാണ് സൈന്യം പറയുന്നത്. മറ്റു പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടന്നുവരുന്നു. സൈന്യത്തിന്റെ 4 സംഘങ്ങളാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. സൈന്യത്തിന്റെ 4 സംഘങ്ങൾ തിരുവനന്തപുരത്തു നിന്നും എത്തുന്ന സംഘം അല്പസമയത്തിനകം എത്തും എന്നതാണ് മന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. കണ്ണൂരിൽ നിന്നുള്ള സേനാ വിഭാഗങ്ങളൊക്കെ ഇതിനോടകം അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും 4 സംഘങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള 2 സംഘങ്ങൾ കൂടി ഉടൻ എത്തും എന്ന വിവരം വരുന്നു. ബംഗളൂരുവിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ഉടൻ എത്തും എന്ന വിവരം വരുന്നു. മുഖ്യമന്ത്രി വയനാട്ടിൽ എത്തിയേക്കും എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ ഘട്ടം കഴിയുന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി വയനാട്ടിൽ എത്തും എന്ന വിവരം ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നു. ഗവർണർ ഇന്ന് വയനാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുള്ള സാഹചര്യമുണ്ട്. 6ഓളം മന്ത്രിമാർ അവിടെ തമ്പടിച്ച് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. ആദ്യഘട്ടം പൂർത്തിയായാൽ മുഖ്യമന്ത്രിയും വയനാട്ടിലെത്തും. ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ വൈകിട്ടെത്തി മുഖ്യമന്ത്രി സ്ഥിതിഗതികൾ നേരത്തെ വിലയിരുത്തിയിരുന്നു. മുഖ്യമന്ത്രി ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷം അവിടെ എത്തും എന്ന വിവരമാണ് വരുന്നത്. അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, ഇതുവരെ കണ്ടതിൽ കൂടുതൽ ദുഃഖകരമായ വാർത്തകൾ അവിടെ ഉണ്ട് എന്ന സൂചനകൾ നമ്മളോട് സംസാരിക്കുന്നവർ നൽകുന്നുണ്ട്. മുണ്ടക്കൈ ഇനിയും നമ്മളെ ഏറെ വേദനിപ്പിക്കും എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അവിടെ ആ ദുരന്ത മുഖത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ എത്തുന്ന ആളുകളുടെ ഒഴുക്ക് നിലയ്ക്കുന്നില്ല എന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റവും ഒടുവിൽ നിന്ന് അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ്? താൽക്കാലിക പാലം നിർമ്മിച്ചു എന്നുള്ളതാണ്. ആ താൽക്കാലിക പാലം നിർമ്മിച്ചതോടെ പുഴയുടെ മറുകരയിൽ ഒറ്റപ്പെട്ടു നിന്നിരുന്ന ആളുകളെ ഇവിടേക്ക് സുരക്ഷിതരായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു. അതേ സമയം തന്നെ ഈ എയർ ലിഫ്റ്റിംഗ് വഴി ഗുരുതരാവസ്ഥയിലുള്ള ഗർഭിണികളും അതേപോലെ പ്രായമായവർ, കുട്ടികൾ, അങ്ങനെ അടിയന്തരമായി എത്തിക്കേണ്ടവരെല്ലാം എയർ ലിഫ്റ്റിംഗ് വഴിയും എത്തിക്കാൻ സാധിച്ചു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രക്ഷാപ്രവർത്തനത്തിന് എല്ലാം നൽകിയവർ പറഞ്ഞിരിക്കുന്നത് മുണ്ടക്കൈ മേഖലയിൽ ഇന്ന് രാവിലെ അവർ കടന്നു ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ കണ്ടത് ഒരുപാട് മൃതദേഹങ്ങളാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ജീവനുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയതോടെ ഇനി ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അവിടെ അവർ കണ്ടെത്തി മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുവാനാണ്. 22ഓളം മൃതദേഹങ്ങൾ
ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ സ്ട്രക്ചർ തുണിയിലെല്ലാം തന്നെ കെട്ടിവെച്ച് സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് ഇന്ന് രാത്രി തന്നെ കൊണ്ടുവരണം എന്ന ഒരു ആവശ്യമാണ് രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. കാരണം സമയം വൈകുന്തോറും മൃതദേഹങ്ങളുടെ അതിന്റെ അവസ്ഥ മാറും, അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമായിരിക്കും. ഇപ്പോൾ ഈ ആളുകളെയെല്ലാം തന്നെ ഇക്കരെ കടത്തിയതോടെ ഈ രക്ഷാപ്രവർത്തനം ഇനി നിർത്തരുത്, അവിടെയുള്ള മൃതദേഹങ്ങൾ കൂടി ഇവിടേക്ക് അടിയന്തരമായിട്ട് എത്തിച്ചേ തീരൂ എന്ന ഒരാവശ്യമാണ് ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. ഇവിടെ വലിയ പ്രതിസന്ധികളാണ് ഇനി കാത്തിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടത് ജീവനുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതും ഇന്ന് ആദ്യ നോട്ടത്തിൽ കണ്ട ആളുകളെ രക്ഷപ്പെടുത്തുന്നതുമാണ്. പക്ഷെ ഇനിയാണ് യഥാർത്ഥ പ്രതിസന്ധി. കൂറ്റൻ പാറക്കെട്ടുകളും വലിയ മരങ്ങളും മണ്ണും എല്ലാം തന്നെ ഈ മേഖലയിലെല്ലാം വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇതിനെല്ലാം അടിയിൽ എത്ര പേരുണ്ടെന്നോ എവിടെയുണ്ടെന്നോ ആർക്കും തന്നെ അറിയാത്ത സാഹചര്യമാണുള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇനിയുള്ള ദിവസങ്ങളിൽ എവിടെയെല്ലാം കേന്ദ്രീകരിച്ച് ഈ തെരച്ചിൽ നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. എത്ര മേഖലകളിൽ, ഏതെല്ലാം മേഖലകളിൽ എങ്ങനെ നടത്തണം എന്ന ചോദ്യമാണ് ഉയർന്നത്. മണ്ണിനടിയിൽ എത്ര ആഴത്തിലായിരിക്കും ഇവരുടെ മൃതശരീരങ്ങൾ എന്ന് അറിയില്ല. കാരണം എത്ര പേരുണ്ടെന്ന് തന്നെ അറിയുകയില്ല. കവളപ്പാറയെല്ലാം തന്നെ കൃത്യമായിട്ട് ആ ഒരു പ്രദേശം ഒറ്റ മേഖലയിലായിരുന്നു ആ ദുരന്തം എന്നതുകൊണ്ട് അവിടുത്തെ പ്രദേശവാസികൾക്ക് കൃത്യമായ ധാരണ ആ മേഖലയിലെ വീടുകളെക്കുറിച്ചും ആ മേഖലയിലെ വീടുകളിലെ ആളുകളെക്കുറിച്ചും എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു മേഖലയിൽ മാത്രമല്ല 15 കിലോമീറ്റർ ദൂരത്തോളം ഈ ഒരു ഉരുൾപൊട്ടലിന്റെ നാശം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എവിടെയെല്ലാം ആരെല്ലാം ഉണ്ട് എന്നോ എത്ര പേർ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നോ ഒരു തരത്തിലും ഒരു ധാരണയുമില്ലാത്ത അവസ്ഥയാണ്. ഇത് തന്നെയാണ് ഇനിയുള്ള തെരച്ചിലിൽ നൽകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മരണസംഖ്യ എത്രത്തോളം ഉയരുമെന്ന് ആർക്കും പ്രവചിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്നാണെങ്കിലും ഈ ഒരു തെരച്ചിൽ നാളെ ഏത് മേഖലയിൽ നിന്ന് പുനരാരംഭിക്കുമെന്നതാണ് കണ്ടറിയുന്നത്. കാരണം എല്ലാം ഒരേപോലെ പ്രധാനപ്പെട്ട മേഖലകളാണ്. എല്ലായിടത്തും മണ്ണും പാറക്കെട്ടുകളും കൂറ്റൻ മരത്തടികളും എല്ലാം തന്നെ കൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എവിടെ നിന്നായിരിക്കും ഈ തെരച്ചിൽ തുടങ്ങുക എന്നുള്ളതാണ് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ചികിത്സയ്ക്ക് രക്ഷപ്പെട്ടവർക്ക് ഇപ്പൊ താൽക്കാലിക ആശുപത്രികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് ഈ ഒരു മേഖലയിലെ പള്ളിയും അതേപോലെ തന്നെ മദ്രസയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് താൽക്കാലിക ആശുപത്രികൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം പ്രാഥമിക ചികിത്സകൾക്ക് അതിനുശേഷം ക്യാമ്പുകളിലേക്ക് ഇവർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ഈ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ അത് എവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന ആവശ്യം നിലവിൽ തന്നെ പ്രതിപക്ഷ നേതാവടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സർക്കാരിന്റെ ഒരു നയപരമായ തീരുമാനം വരേണ്ടതുണ്ട്. എന്തുതന്നെയാണെങ്കിലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാകും ഇവിടെ ഇന്ന് സംഭവിച്ചിട്ടുള്ളത്, ഇന്നലെ രാത്രി സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മരണസംഖ്യ എത്രത്തോളം ഉയരുമെന്ന കാര്യത്തിൽ ആർക്കും ഒന്നും തന്നെ പറയാൻ കഴിയാത്ത അവസ്ഥ. വയനാട് ദുരന്തത്തിൽ പെട്ട് മരിച്ചവരുടെ എണ്ണം മരണസംഖ്യ 120 ഉയർന്നിരിക്കുന്നു. രാത്രിയിലും സേനാ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വടം കെട്ടിയും ഒപ്പം താൽക്കാലിക പാലം നിർമ്മിച്ചുമാണ് രക്ഷാപ്രവർത്തനം രാത്രിയും തുടരുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. അത് ഇപ്പോൾ 120ഓളം പേർ ആണ് മരിച്ചതായി കണക്കാക്കുന്നത്. അത് ഇനിയും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യം. 80ഓളം പേരെ തന്നെ കണ്ടെത്താനുണ്ട് എന്നുള്ള കണക്കുകൾ വരുന്നു. ആ എണ്ണവും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇരുട്ട് പരന്നൊരു സാഹചര്യം വന്നതോടുകൂടി ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി രക്ഷാപ്രവർത്തനം തുടരുന്ന
ഒരു സ്ഥിതി. പരിക്കേറ്റവരെ ഹെലികോപ്റ്റർ വഴി ആശുപത്രികളിൽ എത്തിച്ചിരുന്നു. ഇനി അങ്ങോട്ട് ഏത് തരത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം തുടരുക എന്ന കാര്യം കൂടിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുന്നതിനൊപ്പം തന്നെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ മുണ്ടക്കയിലടക്കം കണ്ടെത്തിയ മൃതദേഹങ്ങളും എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ രാത്രി വൈകിയും തുടരും എന്ന് നേരത്തെ മന്ത്രി തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇരുട്ട് കനക്കുന്നത് ഒരു വശത്ത്, ഒപ്പം പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ, വളരെ ശക്തമായിട്ടുള്ള ഒരു ഒഴുക്ക്, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. മൃതദേഹങ്ങളുമായിട്ട് ഒപ്പം പരിക്കേറ്റവരുമൊക്കെയായിട്ട് ആംബുലൻസുകൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. 45ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു. 3000-ലേറെ പേർ ഈ ക്യാമ്പുകളിലുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ ലഭ്യമാകുന്നത്. വയനാട്ടിൽ പ്രകൃതിയുടെ ഈ വലിയ സംഹാര താണ്ഡവം നടന്ന്, ഈ ദുരന്തം നടന്ന് 13 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കയിൽ എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ചൂരൽ മലയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കയിൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ഇനിയുള്ള മണിക്കൂറുകൾ ആണ് വ്യക്തമാവുക. ഏതായാലും മന്ത്രിമാരുടെ സംഘവും രക്ഷാപ്രവർത്തക സംഘവും ഒക്കെ അവിടെ ഏകോപിപ്പിക്കാൻ വേണ്ടി സ്ഥലത്ത് നിന്ന് എത്തുന്നു. കോഴിക്കോട്ട് നിന്നുള്ള 150 അംഗ സൈനിക സംഘം ചൂരൽമലയിലെത്തി. ഒപ്പം കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോറിലെ 160 പേരുടെ സംഘം, ബംഗളൂരുവിൽ നിന്ന് MEG ഗ്രൂപ്പ്, സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും അല്പസമയത്തിനുള്ളിൽ വയനാട്ടിൽ എത്തും. പ്രധാനപ്പെട്ട നേതാക്കളും ഭരണാധികാരികളും എത്തുന്നു. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തുന്നു. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും വയനാട്ടിലെത്തും നാളെ എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, തുടരുന്ന രക്ഷാപ്രവർത്തനം ഈ മണിക്കൂറുകളിലും ഇനി എത്ര നേരത്തേക്ക് ഇത് ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമെന്നുള്ള വിവരമാണ് നൽകാനാവുക അവിടെ നിന്ന്? അപർണ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താൽക്കാലിക പാലത്തിലൂടെ അവിടെ കുടുങ്ങിക്കിടന്ന ആളുകളെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറുവശത്തൂടെ ഉള്ള രക്ഷാപ്രവർത്തനം വീണ്ടും ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇവിടെ രക്ഷാപ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ മുണ്ടക്കയിൽ 22ഓളം മൃതദേഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്ന് രാത്രി തന്നെ ഇവിടേക്ക് എത്തിക്കണമെന്നൊരാവശ്യമാണ് ഉയരുന്നത്. പക്ഷേ ഇവിടെ സൗകര്യങ്ങളുടെ, സന്നാഹങ്ങളുടെ കുറവ് നമ്മൾ വൈകുന്നേരം മുതൽ കാണുന്നതാണ്. ഈ വെളിച്ചമൊക്കെ ഇപ്പോഴാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കൂടുതൽ ഇരുട്ടിൽ ഈ രക്ഷാപ്രവർത്തനം നടത്താനുള്ള സംവിധാനങ്ങൾ നിലവിൽ വയനാട്ടിലില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനെ മറികടക്കാൻ കൂടുതൽ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒരുക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏറ്റവും ഏതെല്ലാം മേഖലകൾ കേന്ദ്രീകരിച്ച് ഇനി തെരച്ചിൽ നടത്തണമെന്ന കാര്യമാണ് ആദ്യം ആലോചിക്കുക. ഇന്ന് രാത്രി ഈ ഒരു മണ്ണിലാണ്ട് പോയ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു തെരച്ചിൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലും ഒരു ഉറപ്പ് നൽകാൻ കഴിയുകയില്ല. ഒരുപക്ഷെ രാത്രി ഇവർ ആവശ്യപ്പെടുന്നത് ഈ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യമാണ്. ശ്രീ ടി സിദ്ദിഖ് MLA ഇവിടെ ഉണ്ട്. ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം? ഇനി രാത്രി തുടരുമോ? എന്താ പറയുന്നത്? ഇപ്പോൾ രാത്രി 8 മണിക്ക് വന്നിരിക്കുന്ന സിവിൽ ഡിഫൻസും അതുപോലെ ആർമി, NDRF തുടങ്ങിയതായിരിക്കുന്ന സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് രാത്രി 8 മണിക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ മീറ്റിംഗ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഓൺലൈനിൽ പങ്കെടുക്കുക. ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ടാണ് ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത സ്റ്റേജ് ഡിസൈൻ ചെയ്യും. രാത്രി പൂർത്തീകരിക്കാൻ, രാത്രി കണ്ടിന്യൂ ചെയ്യാൻ ഇപ്പോൾ നിലവിൽ ഓരോ സ്ഥലത്ത് അഭയം തേടിയിരുന്ന ആളുകളെയൊക്കെ ഒഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ചുപേരെ ഓരോ സ്ഥലത്ത് സുരക്ഷിതമായിട്ടുണ്ട്. സഹായം അഭ്യർത്ഥിച്ചതായിരിക്കുന്ന ആളുകളെയും സുരക്ഷിതമല്ലാത്ത സ്ഥലത്തുള്ള ആളുകളെയൊക്കെ നമുക്ക് എവിക്റ്റ് ചെയ്യാൻ പറ്റി. ഇനി ബാക്കിയുള്ളത് കുറേ ആളുകളെയും കൂടി കൊണ്ടുവരാനുണ്ട്. പിന്നെ സെർച്ചിങ് കുറേ നടത്തണം. അപ്പം ഇവർ പറഞ്ഞതുണ്ട്, മുണ്ടകൈ മേലെ ഭാഗത്തുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യം, അവിടെ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് ഓരോ വീടുകൾ നിലംപൊത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ബോഡി പലയിടത്തും കിടക്കുകയാണ്. ഈ പരിസര പ്രദേശങ്ങളിലും സമാനമായി ചൂരൽമല പരിസര പ്രദേശങ്ങളിലുണ്ട്. നിലമ്പൂർ വരെ ബോഡി കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായി അത് സ്കെച്ച് ചെയ്ത് ഓരോ ഏരിയ തിരിച്ച് പരിശോധനകൾക്ക് നേതൃത്വം കൊടുക്കണം. ആ നേതൃത്വം കൊടുക്കാനുള്ളതായ ടീം ബിൽഡിങ്ങും മീറ്റിംഗുമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഈ പരിക്ക് പറ്റിയ ആളുകളെയും ഇവിടെ നിന്ന് മാറ്റിയതായിരിക്കുന്ന ആളുകളെയും ഒക്കെ മേപ്പാടി
ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും WMOയിലും 3 അതിൻ്റെ ക്യാമ്പ് വളരെ വിപുലമായി തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന NDRF ഉൾപ്പെടെയുള്ള എല്ലാ സിസ്റ്റത്തിൽപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്കും താമസിക്കാൻ, ഫയർ റെസ്ക്യൂ ഓപ്പറേഷൻസ് ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി മൗണ്ട് ടാബോർ സ്കൂൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ജീവനോടെ ഉള്ള എല്ലാവരെയും എത്തിക്കാൻ കഴിയുന്നൊരു ആത്മവിശ്വാസമുണ്ടോ? ജീവൻ